ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയെ വധിക്കുമെന്ന് കട്ടായം പറയുന്നുണ്ട് ഇസ്രയേൽ. എന്തു വില കൊടുത്തും മുജ്തബയുടെ ജീവനെടുക്കുമെന്നും അതിനുവേണ്ടി കിട്ടാവുന്ന ആയുധങ്ങളെല്ലാം പ്രയോഗിക്കുമെന്നും ഇസ്രയേൽ പറയുമ്പോൾ ആ ജീവൻ സംരക്ഷിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഇറാൻ തിരിച്ചടിക്കുന്നുണ്ട്. ആയത്തുള്ള ഖമേനിയെ ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്താൻ സാധിക്കാത്തതിന് ഇറാൻ വലിയ വില നൽകേണ്ടി വന്നു. ആ അബദ്ധം ഇനി ആവർത്തിക്കില്ലെന്ന് പറയുന്ന ഇറാൻ തങ്ങളുടെ പുതിയ പരമോന്നത നേതാവിനെ ഇസ്രയേലിന്റെയും അവരുടെ ചാരസംഘടന മൊസാദിന്റെയും തീക്ഷ്ണമായ കണ്ണുകളിൽ നിന്ന് മറച്ചുപിടിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വിനാശകരമായ ചാരസംഘടനയാണ് മൊസാദ്. ഈ അണ്ടകടാകത്തിൽ എവിടെ വേണമെങ്കിലും കടന്നു ചെല്ലാനുള്ള മിടുക്ക് മൊസാദിനുണ്ട്. ഇറാനിൽ മറഞ്ഞിരുന്ന ആയത്തുള്ള ഖമേനിയെ ഒരു ബോംബ് കൊണ്ട് തീർത്ത മൊസാദ് ഓപ്പറേഷൻ മുജ്തബയ്ക്കും തുടക്കം കുറിച്ചിരുന്നു. എന്നാൽ ഇസ്രയേലിന്റെ കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് മുജ്തബയുമായി റഷ്യൻ വിമാനം മൊസാദിന്റെ കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് റഷ്യയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. റഷ്യയിൽ കടന്നു ചെന്ന് മുജ്തബയെ വധിക്കാനുള്ള ശേഷി നിലവിൽ മൊസാദിനില്ല എന്നതാണ് വാസ്തവം. യുദ്ധത്തിൽ മുജ്തബ ഖമേനിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇനി എളുപ്പത്തിൽ വധിക്കാമെന്ന ചിന്തയിലാണ് മൊസാദ് ഓപ്പറേഷൻ നടത്തിയത്. ഇവിടെ നിന്നാണ് ഇസ്രയേൽ റഡാറുകളെ കബളിപ്പിച്ച് വിമാനം റഷ്യയിൽ മുജ്തബുമായി ലാൻഡ് ചെയ്തത്. റഷ്യയുടെ സംരക്ഷണയിൽ ചികിത്സ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത പുടിൻ പ്രത്യേക സൈനിക വിമാനത്തിൽ മുജ്തബയെ മോസ്കോയിലേക്ക് കൊണ്ടുപോയെന്ന് കുവൈറ്റ് ആസ്ഥാനമായുള്ള അൽ ജരീദ പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒഴിപ്പിക്കൽ അതീവ രഹസ്യമായി നടത്തിയെന്നും പരമോന്നത നേതാവുമായി അടുപ്പമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥനിൽ നിന്നാണ് തങ്ങൾക്ക് വിവരം ലഭിച്ചതെന്ന് അൽ ജരീദ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ റഷ്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയും ഭരണസിരാ കേന്ദ്രവുമായ ക്രെംലിനിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ റഷ്യൻ നയതന്ത്രജ്ഞൻ ദിമിത്രി പെസ്കോവ് ഇത് സംബന്ധിച്ച ചോദ്യത്തോട് പ്രതികരിച്ചിരുന്നില്ല. മുജ്തബ ജീവനോടെയില്ല എന്നുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. അതിനെ കാറ്റിൽ പറത്തിയുള്ള റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മൊസാദ് കടുത്ത പ്രതിസന്ധിയിലേക്ക് വഴിമാറിയിരുന്നു. എന്നാൽ അത് വസ്തുതാ വിരുദ്ധമാണെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ അറിയിച്ചിട്ടുണ്ട്. പരിക്കേറ്റതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ആശയവിനിമയം ഉൾപ്പെടെ അതീവ നിയന്ത്രണത്തിലാണെന്നും പറയുന്നുണ്ട്. മുജ്തബ ഖമേനിയുമായുള്ള എല്ലാ ആശയവിനിമയങ്ങളും ഇപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. മുജ്തബയുടെ സന്ദേശങ്ങൾ പുറം ലോകത്തെത്തിക്കുന്നത് IRGC ഉദ്യോഗസ്ഥരാണെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ മുജ്തബ ജീവനോടെ ഇല്ല എന്നാണ് ലഭിച്ചിരുന്ന വിവരമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. മുജ്തബയുടെ ആരോഗ്യനിലയെക്കുറിച്ച് US പലപ്പോഴായി പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ആദ്യം ഗുരുതരമായി പരിക്കേറ്റ് ശരീരത്തിന്റെ രൂപം തന്നെ മാറിപ്പോയെന്ന് വരെ US ആരോപിച്ചിരുന്നു. USഉം ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണത്തിലാണ് മുജ്തബയ്ക്കും പരിക്കേറ്റതെന്നാണ് റിപ്പോർട്ടുകൾ. ആക്രമണത്തിൽ ഇദ്ദേഹത്തിന്റെ മകനും ഭാര്യയും കൊല്ലപ്പെട്ടിരുന്നു. അലി ഖമേനിക്ക് പിന്നാലെ മുജ്തബയെ പരമോന്നത നേതാവായി ഇറാൻ അവരോധിച്ചിരുന്നു. എന്നാൽ സ്ഥാനാരോഹണത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ ചിത്രങ്ങളോ വീഡിയോകളോ പുറത്തു വന്നിരുന്നില്ല. പകരം എഴുതി തയ്യാറാക്കിയ പ്രസ്താവനയാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഇതോടെ മുജ്തബ ജീവനോടെ ഇല്ല എന്നുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. അത്തരം ഊഹാപോഹങ്ങളെ കാറ്റിൽ പറത്തിയാണ് റഷ്യയിൽ മുജ്തബ ജീവനോടെയുണ്ടെന്നും ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും മുന്തിയ ചികിത്സാ സംവിധാനങ്ങളുടെ നടുവിലാണ് ഇറാന്റെ പുതിയ പരമോന്നത നേതാവെന്നും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവേദികളിലോ ഔദ്യോഗിക പദവികളിലോ പ്രത്യക്ഷപ്പെടാതെ പതിറ്റാണ്ടുകളായി ഇറാന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ അതിശക്തമായ സ്വാധീനം ചെലുത്തി വരുന്ന വ്യക്തിയാണ് മുജ്തബ. ഇറാൻ വിപ്ലവ ഗാർഡുകളുമായുള്ള അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധമാണ് നിലവിലെ യുദ്ധ സാഹചര്യത്തിനിടെ ഇദ്ദേഹത്തെ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ പ്രധാന ഘടകമായത്. 1979 വിപ്ലവത്തിന് ശേഷം ഇറാന്റെ പരമോന്നത പദവിയിൽ സംഭവിക്കുന്ന ആദ്യത്തെ കുടുംബവാഴ്ച എന്ന നിലയിൽ ഈ നിയമനം രാജ്യത്തിനകത്തും പുറത്തും വലിയ ചർച്ചയായിരുന്നു. പാരമ്പര്യമായി മുതിർന്ന മതപണ്ഡിതന്മാരെയാണ് ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കാറുള്ളത്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെ അംഗീകരിക്കില്ലെന്നും അമേരിക്കയ്ക്ക് താല്പര്യമുള്ള ഒരാളാകണം പരമോന്നത നേതാവാകേണ്ടതെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രതികരിച്ചിരുന്നു. എന്നാൽ അതിനെ പുച്ഛിച്ചു തള്ളിയ ഇറാൻ മുജ്തബയെ വാഴിക്കുകയായിരുന്നു. എന്തായാലും റഷ്യയിൽ നിന്ന് മുജ്തബ യുദ്ധമുഖത്തേക്ക് പറന്നിറങ്ങുമെന്ന വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്.